ഇപ്പോൾ നമ്മളിതാ അത്യാവശ്യം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അനക്കൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഈ എക്സോസ്റ്റ് മൊത്തത്തിൽ ഇളകി വന്ന് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടും കാര്യങ്ങളും വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് പകരമാണ് ഇൻഡിക്കേറ്റേഴ്സാണ് ഭയങ്കര വലുതാണ്, ഭയങ്കര ബൾക്കിയാണ്. പക്ഷേ ഞാൻ അതിന് പകരമായിട്ട് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഒരു തീരുമാനമായി ഇത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സോസ്റ്റിൻ്റെ ഒരു 3 പീസ് എന്ന് പറയുന്ന ഇത് നമ്മുടെ ഹെഡിൽ നിന്ന് വരുന്ന വൈപ്പ്, ഇത് നമ്മുടെ രണ്ടാമത്തെ വൈപ്പ്, അതേപോലെ ഇത് നമ്മുടെ എക്സോസ്റ്റ്. നമ്മുടെ ഈ ഇത്ര ഭാഗത്ത് വന്ന് നിൽക്കുന്ന ഇൻഡിക്കേറ്റർ ഇതാണ് അതിൻ്റെ ഒരു ലൈറ്റ് വരുന്ന. ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതാണ് കാണാൻ പറ്റും. ഒരുപാട് ചേർന്നായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളോടുള്ളത് നമ്മുടെ മോട്ടോ മിനിയാക്കിൻ്റെ 220 ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കിട്ടിലൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടിയുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു കസ്റ്റം ബെൻഡ് വേവും ഒരു കസ്റ്റം എക്സോസ്റ്റ്, ആ എക്സോസ്റ്റിൻ്റെ മോഡലും കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വേറൊരു പല എക്സോസ്റ്റിൻ്റെ ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് തോന്നാൻ പറ്റും കേട്ടോ. നമ്മളതിലൊരു കിട്ടിലൊരു പ്രീമിയം ലുക്ക് വരുന്ന എക്സോസ്റ്റാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു മിറർ ഫിനിഷ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് വരുന്ന ഒരു എക്സോസ്റ്റാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു ബ്രാൻഡിൽ നിന്നാണ്, HT എക്സോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ ആ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അതേപോലെ ക്രാഷ് കാർഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് ഫുൾ റിവ്യൂ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊന്ന് അൺബോക്സ് കാണിച്ചിട്ട് അതിന് മുമ്പായിട്ട് ഇത് വാങ്ങിച്ചിരിക്കുന്ന ലിങ്കും അതേപോലെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ഇൻസ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഈ ഒരു ബൈക്കിന് മാത്രമല്ല പല ബൈക്കിൻ്റെ ആക്സറീസ്, അതായത് ക്രാഷ് കാർഡ്, ഇതേപോലെ എക്സോസ്റ്റ്, പല ഈ കാരിയർ, സാഡിൽ സ്റ്റേ, പാനിയർ മൗണ്ട്, പല സാധനങ്ങളും അവർ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് കേട്ടോ. HT എക്സോസ്റ്റിനാണ് ബ്രാൻഡിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ഇവരുടെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നൈസാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് വണ്ടിയുടെ ബെൻഡ് പൈപ്പാണ്. അപ്പം ഈ ഒരു ബെൻഡ് പൈപ്പ് നമ്മൾ സ്റ്റോക്കായിട്ടെടുത്ത ബെൻഡ് പൈപ്പിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു കളറിലാണ് വരുന്നതും താനും. അതേപോലെ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടും കാര്യങ്ങളും വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് പകരമാണ് നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബെൻഡ് പൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന. ഫ്രീ ഫ്ലോ ആണ് സംഭവം. അപ്പം ഇതിൻ്റെ 2 പീസായിട്ടാണ് വരുന്നത്. ഇത് ഒറ്റ പീസാണെങ്കിൽ നമ്മൾ 2 പീസായിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഈ ഒരു ബെൻഡ് പൈപ്പ് വരുന്ന 2 പീസാണ്. ഒറ്റ പീസ് അറിയാൻ വയ്യ, ഇവിടെ ഒരു കണക്ഷൻ എന്തോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 പീസായിട്ട് വരുന്നതാണ്. ഓട്ടോ സെൻസർ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനും പറ്റും. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ബെൻഡ് പൈപ്പ്. നമ്മുടെ ഹെഡിൻ്റെ അവിടെ നിന്ന് വരുന്ന ബെൻഡ് പൈപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പീസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എക്സോസ്റ്റ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ മറ്റേ ആദ്യം കാണിച്ച ബെൻഡ് പൈപ്പിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു മൗത്തിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ 2 പീസായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ഇത് ഒറ്റ പീസാണ് വരുന്നത്. നമ്മൾ കിട്ടിയിരിക്കുന്നത് 2 പീസായിട്ടാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ 3 പീസായിട്ടാണ് നമ്മുടെ ഈ എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എക്സോസ്റ്റിന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് മൊത്തത്തിൽ പൊതിഞ്ഞും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെയാണ്. ജസ്റ്റ് തുറന്ന് കാണിച്ചില്ല. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നല്ല ലെങ്ത് ഉള്ള കണക്കൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം ഷോർട്ടാണ്. അതിൻ്റെ കയ്യിൽ ഇത്ര ലെങ്ത്ത് വരുന്നുള്ളൂ. അതേപോലെ നമ്മൾ ഇൻ്റർസെപ്റ്ററിലൊക്കെ വെക്കുന്ന പോലത്തെ റെഡ്യൂസറിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ സെറ്റപ്പിലാണ് ഈ ഒരു എക്സോസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാനായാലും അതിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം ക്വാളിറ്റി കൊണ്ടും സംഭവം നൈസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെഷീൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാനും പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ആണ് കേട്ടോ സംഭവം ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിനകത്ത് ചെറിയൊരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ക്ലാമ്പ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു എക്സോസ്റ്റിൻ്റെയും നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റിൻ്റെ ലെങ്ത്തിനാവുന്ന കാണിച്ചു തരാം. ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ ഇത്രയും ഒരു ബൾക്കിനെസ് ഈ എക്സോസ്റ്റിന് വരുന്നില്ല കേട്ടോ. കുറച്ച് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇത് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥയിൽ നമുക്ക് വെച്ച് കണ്ടിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് HT എക്സോസ്റ്റിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ബെൻഡ് പൈപ്പിലും 220 അതേപോലെ ഈ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സോസ്റ്റിൻ്റെ ഒരു 3 പീസ് എന്ന് പറയുന്ന. ഇത് നമ്മുടെ ഹെഡിൽ നിന്ന് വരുന്ന വൈപ്പ്, ഇത് നമ്മുടെ രണ്ടാമത്തെ വൈപ്പ്, അതേപോലെ ഇത് നമ്മുടെ എക്സോസ്റ്റ്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലേബലും കാര്യങ്ങളൊക്കെ വരുന്നത്. പൾസറിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ 220ക്ക് വേണ്ടി മാത്രം അവർ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ പല സാധനങ്ങൾ, അതായത് എക്സോസ്റ്റൊക്കെയാണ് അവർ മെയിനായിട്ട് ചെയ്യുന്ന. സാഡിൽ സ്റ്റേ, പാനിയർ മൗണ്ട് എല്ലാം ഉണ്ട്. ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നൈസാണ്. അതേപോലെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ് വിശ്വാസം. എന്തായാലും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ എക്സസ് നോട്ടും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു തരാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഹെഡിൻ്റെ അവിടുത്തെ നെട്ടും ബോൾട്ട് അഴിക്കുവാണ്. അപ്പോൾ അഴിക്കാനായിട്ട് നമ്മൾ മുബാറക്കിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ടൂൾസ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് അഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ ആദ്യത്തെ. അപ്പോൾ വേറെ നെട്ട് ബോൾട്ട് ഇല്ലെന്നാണ് വിശ്വാസം. അതായത് ഇവിടെയും ഒരെണ്ണം വരും. അതേപോലെ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരെണ്ണം ഞാൻ കാണുന്നുള്ളൂ. വേറെ അടിയിലുണ്ടോയെന്ന് അറിയാൻ വയ്യ. അവിടെ ഒന്ന് അഴിച്ച് നോക്കിയാൽ നമുക്ക് അറിയത്തുള്ളൂ. അതേപോലെ ഇവിടെ കണക്ഷൻ വരുന്നുണ്ടോ എന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കണം.
അപ്പം അതൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ വെക്കുന്നത് ടാസ്ക് അല്ലെന്നാണ് വിശ്വാസം, കാരണം 2 ബോൾട്ടേ കാണുന്നുള്ളൂ നിലവിൽ. ഇപ്പോൾ എന്തായാലും അഴിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളിതാ ഫ്രണ്ടിലത്തെ നട്ടും ബോൾട്ട് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഹെഡിൻ്റെ അവിടുത്തെ, ഇനി നമ്മളിതാ എക്സോസ്റ്റിൻ്റെ ഇവിടുത്തെ ഒരു നട്ട് അഴിക്കാൻ. അപ്പോൾ എന്തായാലും അഴിച്ച് നോക്കിയിട്ട് ഇളകി വരില്ലേ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ വേറെ എന്തെങ്കിലും നട്ട് ബോൾട്ടൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതഴിച്ച് ഇല്ല പിടിച്ചേക്കാം. ഹെഡിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളിതാ അത്യാവശ്യം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അനക്കൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഈ എക്സോസ്റ്റ് മൊത്തത്തിൽ ഇളകി വന്നതാ. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് എന്ന് പറയുന്ന. അപ്പം ഇതാണ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഫ്രീ ഫ്ലോ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതേപോലെ നല്ല ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് അത്രയും വെയിറ്റും വരത്തില്ല, അത്രയും ലെങ്ത്തും വരത്തില്ല കേട്ടോ. എന്തായാലും വെച്ച് നോക്കാം ഗൈസ്. പിന്നെ അതേപോലെ വേറൊരു കാര്യം വിട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 220Fന് വേണ്ടി, അതായത് നമ്മുടെ ഏറ്റവും പുതിയ 220ക്ക് വേണ്ടിയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇരിക്കുന്നത് പഴയ 220ആണ്. അപ്പോൾ അതേപോലെ ഇതിനകത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ നട്ടും ബോൾട്ടിൻ്റെയും കുറച്ചൊരു ആവശ്യം വേണ്ടി വരും. നമ്മുടെ 220F ആണെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് നട്ടും ബോൾട്ടിനകത്ത് ഇടാൻ പറ്റും കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ഇതിനകത്ത് സ്യൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നൈസായിട്ട് ഇരുന്നോളും. അപ്പോൾ എന്തായാലും വയ്ക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബെൻഡ് ടേപ്പ് ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹെഡിൻ്റെ അവിടുത്തെ ആ നട്ടും ബോൾട്ട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നട്ടും ബോൾട്ട് കുറച്ചൊന്ന് എന്താ പറയുന്നത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഓവർ ടൈറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടിരിപ്പോൾ അനങ്ങുന്നതൊന്നുമില്ല, ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പീസ് ഫിക്സ് ചെയ്യാം. അതും ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എക്സോസ്റ്റ് ഫിക്സ് ചെയ്യാം. ബെൻഡ് ടേപ്പും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പം 220F അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാമ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് വേക്കൻ്റ് ആയിട്ട് കിടപ്പുകൊണ്ട് നമുക്കത് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഓവർ അൾട്രേഷൻ വേണ്ടിയില്ല. അപ്പോൾ അത് അങ്ങനെയും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ സെൻസറിൻ്റെ ഇവിടെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. അത് BS4 തൊട്ട് വണ്ടിക്കാണെന്ന് തോന്നുന്നു ഓട്ടോ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് പഴയ വണ്ടിയാണ്, അതിന് ഓട്ടോ സെൻസറൊന്നും വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു നട്ടും ബോൾട്ടിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പിന്നെ ഇവിടെയും കുറച്ച് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മുടെ പുതിയ വണ്ടിക്കാണെങ്കിൽ അവിടെ ക്ലാമ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ അതിൻ്റെ നെട്ടും ബോൾട്ടും തന്നെ നമുക്ക് ഡയറക്റ്റ് ഫിറ്റായിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. ഇപ്പോൾ വേറെ നെട്ടും ബോൾട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ക്ലാമ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതും നമുക്ക് പുതിയ വണ്ടിക്കാണെങ്കിൽ ആ ഒരു ക്ലാമ്പ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നത് നമ്മുടെ ഈ ഒരു വണ്ടി അത്യാവശ്യം പണിഞ്ഞുകൊണ്ട് തന്നെ, അപ്പോൾ ഇതിനകത്ത് വീഡിയോ എടുക്കുന്നതാണ്. നിങ്ങൾ വെക്കുന്ന സമയത്ത് ഈ 220Fന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് വയ്ക്കുമ്പോഴുള്ള ലുക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ മൊത്തത്തിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വണ്ടി എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ എക്സോസ്റ്റും കാര്യങ്ങളും എല്ലാം നൈസായി ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടി എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ എക്സോസ്റ്റും കാര്യങ്ങളും വെച്ചിരിക്കുന്ന നിങ്ങൾ എന്തായാലും കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയാം കേട്ടോ. ക്ലച്ച് പിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഐഡിയൽ സൗണ്ടും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾ റബ്ബേ സൗണ്ട് എന്തായാലും കേട്ടാൽ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ മൊത്തത്തിലുള്ള എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും എക്സോസ്റ്റ് നോട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും അവരുടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വണ്ടി കുറച്ച് ഓടെ അല്ലെങ്കിൽ വണ്ടി കുറച്ച് ഹീറ്റ് ആവുന്ന സമയത്ത് സൗണ്ട് കുറച്ച് വ്യത്യാസം വരുമെന്നാണ് വിശ്വാസം. അതേപോലെ നല്ല ഓപ്പണായ നല്ല സൗണ്ട് വരും കേട്ടോ. കാരണം ഫ്രീ ഫ്ലോ ആണ്, വേറെ എങ്ങും ഒരു കാറ്റലിറ്റിക് കൺവെർട്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നൈസായിട്ട് എയർ പോവും. അപ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു പൊട്ടൊന്നൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് ഓടിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും തൽക്കാലം ഇപ്പോൾ ഓടിക്കുന്നില്ല, വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും കൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം മൊത്തത്തിൽ ഓടിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ മോജോയിൽ വേറൊരു വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതുകൊണ്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. ഇത് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ എഗെയിൻ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ പോവുകയാണ്. എന്താണ് മോഡിഫിക്കേഷൻ എന്നല്ലേ? അതായത് നമ്മുടെ വണ്ടിയിൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജനാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഞാൻ ഡ്യൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ് എന്നോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2 അല്ല 4 വാങ്ങിച്ചായിരുന്നു. പക്ഷേ അത് ഏറെക്കുറെ ബാക്കിലത്തെ 2 ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അടിച്ചുപോയി. അതേപോലെ ഫ്രണ്ടിലത്തെ ഒരു ഇൻഡിക്കേറ്റർ അടിച്ചുപോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഡിക്കേറ്റർ ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പുതിയൊരു ഇൻഡിക്കേറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ പവർ ഷോട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ, അതേപോലത്തെ സാധനമാണ്. പക്ഷേ പവർ ഷോട്ട് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ക്രൂ വന്ന് അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൈ ഇറ്റിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇൻഡിക്കേറ്റർ സെറ്റപ്പ് തന്നെയാണ്. അതായത് സൈഡ്
സൈഡിലോട്ടാണ് വരുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റർ എങ്ങനെ വെക്കുന്നു അതേപോലെ തന്നെ ഫിക്സ് ചെയ്താൽ മതി. അത്ര എളുപ്പത്തിലാണ് കേട്ടോ സംഭവം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ സനലിൻ്റെ ഷോപ്പിൽ തന്നെയാണ്. ഷോപ്പ് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്താണ് സംഭവം, എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ നമ്മുടെ വണ്ടിയിൽ വെക്കാനായിട്ട് 2 ഇൻഡിക്കേറ്റേഴ്സ് വാങ്ങിച്ചിട്ട്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. നമ്മുടെ പവർ ഷോട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരത്തില്ലേ, ആ ഒരു മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. എളുപ്പമാണ്. നേരത്തെ പവർ ഷോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ബേക്കിലായിരിക്കും അതിൻ്റെ ലെഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. സൈഡിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. ഇതാണ് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഡഗ് മോട്ടോഴ്സ് എന്ന് പറയുന്ന നമ്മൾ ഹാൻഡ് ഗാർഡ് വാങ്ങിച്ച അവരുടെ സെയിം സൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. ഭയങ്കര വലുതാണ്, ഭയങ്കര ബൾക്കിയാണ്. പക്ഷേ ഞാൻ അതിന് പകരമായിട്ട് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഒരു തീരുമാനമായി. ഇത് പോയി കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കത്താത്തൊന്നുമില്ല, അത് ഇളവിരിക്കുകയാണ്. അപ്പം അത് ഒരു പരുവായിട്ടുണ്ട്. അപ്പം അത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ. ഇത് മെറ്റാലിക്കാണ്, അത് വെറും പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് വെക്കുമ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കും, ഇത്ര ലെങ്ത്തൊന്നും വരത്തില്ല, കുറച്ച് അകത്തോട്ടിരിക്കും. അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വെച്ചിട്ട് കാണാം. പൊളിക്കോ? ഈ ഒരു ഇൻഡിക്കേറ്റർ ഇളക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഹെഡിൻ്റെ ഈ 2 സ്ക്രൂ ഇളക്കി ഹെഡ് മൊത്തത്തിൽ പൊക്കിയെടുത്താൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു അകത്ത് ആ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഇളക്കേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. കയ്യത്തോ? നമ്മുടെ ഇൻഡിക്കേറ്റർ വയ്ക്കാനായിട്ട് ഹെഡിൻ്റെ ഈ ഭാഗം അഴിച്ചതിന് ശേഷം നമുക്കിതാ കൈ ഇതിനകത്ത് ഇടാൻ പറ്റും കേട്ടോ. നമ്മൾ വിചാരിച്ച് ഫുള്ള് ഈ ബ്ലാക്ക് പീസിൽ ഇളക്കേണ്ടി വിചാരിച്ച്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. കൈ ജസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. എളുപ്പമാണ് കേട്ടോ. ശ്രദ്ധിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്ന ഇൻഡിക്കേറ്റർ ആണെങ്കിൽ വേറെ ലോക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒരു പരുവായി. ഇതിനെ സ്മോക്ക് ചെയ്ത് സ്റ്റിക്കർ അടിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ ഇൻഡിക്കേറ്റർ വാങ്ങിച്ചാൽ അപ്പോൾ ഇത് നൈസായിരിക്കും തോന്നുന്നത്. അതേപോലെ കുറച്ച് ഒതുങ്ങിയിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട്. എത്രയും നീളമൊന്നും വരത്തില്ല, കുറച്ചുകൂടെ അകത്തോട്ട് ഇരുന്നോളൂ, നല്ല ഇൻഡിക്കേറ്റർ ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ എന്തായാലും വെച്ചിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് കാണാം കേട്ടോ. ഗായ്സ്, ഇത് വെച്ചപ്പോൾ ആ വണ്ടിയിൽ ഒരുപാട് ചേർന്ന് നൈസായിട്ട് ഇരിപ്പുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ലുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ മാറിയിട്ടുണ്ട്. ഈ സൈഡിൽ നല്ല വലിയ ഇൻഡിക്കേറ്റർ നിളച്ചിരിക്കുമ്പോൾ ആ സൈഡിൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. പെട്ടെന്ന് ശ്രദ്ധിക്കാതെ എടുത്ത ഇൻഡിക്കേറ്റർ ഇരിക്കുന്നത്, പക്ഷേ നല്ല പ്രകാശം കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. നല്ല വെട്ടമുണ്ട് കേട്ടോ. അത്ര കുറച്ചേ ഉള്ളെങ്കിലും നല്ല വെട്ടമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സൈഡിലത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയേ വരുന്നുള്ളൂ. മറ്റാണെങ്കിൽ ഇത്രയും നീളം വരും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് കേട്ടോ. അതേപോലെ ഇത് മെറ്റാലിക്കാണ്, ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കാണ്. ഇതിങ്ങനെ ആവും. ഇത് ഒന്നും പറ്റത്തില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം 2 സൈഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 2ാമത്തെ സൈഡിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സൈഡിൽ ഇൻഡിക്കേറ്റർ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ഇപ്പോൾ തൽക്കാലം വെക്കുന്നുള്ളൂ. ബേക്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഫ്രണ്ടിൽ ഇപ്പോൾ തൽക്കാലം എങ്ങനെയാണ് ലുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയ സമയത്ത് ഇൻഡിക്കേറ്റർ ഇല്ലാത്തടക്കാൻ സംഭവിക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റർ സമയം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതിൽ ഒതുങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ 2 ഇൻഡിക്കേറ്ററും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒതുങ്ങി നല്ല അകത്തോട്ടിരിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് കുറച്ച് നമ്മൾ ഈ ഒരു ഹോൾ ഉള്ളിലോട്ടായതുകൊണ്ടായിരിക്കും കുറച്ച് കൂടെ ലെങ്ത്തിനകത്ത് കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ തള്ളി ഇങ്ങനെ. അപ്പോൾ 2 സൈഡിലും അതേപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഭയങ്കര ചെറുതായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെട്ടം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു ലൈറ്റ് വരുന്ന. ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതന്നെ കാണാൻ പറ്റും. ഒരുപാട് ചേർന്നായിരിക്കുന്നത്, പക്ഷേ നല്ല പ്രകാശം അതൊന്ന് വരുന്നുണ്ട് കേട്ടോ. ബേക്കിലാണെങ്കിൽ നമുക്ക് ഹാലജനായിരിക്കുന്നത്. അപ്പം 2 LED ആയാലും കറക്റ്റ് പാറ്റേണിൽ അത് കത്തത്തുള്ളൂ. അപ്പോൾ ബേക്കിൽ നമ്മൾ ഉടനെ ഒരു LED ആക്കുന്നതായിരിക്കും. അപ്പോൾ ബേക്കിലത്തെ ഹാലജൻ കുറച്ചൊന്ന് വലുതാണ് കേട്ടോ, കുറച്ച് ഓവർ സൈസാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്ര ഭാഗത്തൊന്നും നിൽക്കും ഇൻഡിക്കേറ്റർ. അപ്പം അതായിരിക്കും നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും തന്നെയുള്ളൂ നമ്മൾ ഇൻഡിക്കേറ്റർ വയ്ക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും. അതിൻ്റെ കൂടെ തന്നെ ഈ സംഭവം വാങ്ങിക്കാൻ ലിങ്കും കാര്യങ്ങളും എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ടെക് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ഏത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ നിന്ന് എന്ത് കാര്യങ്ങളും വാങ്ങിക്കാവുന്നതാണ്. അവരുടെ സൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതേപോലെ ബൈ ലിങ്കും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പ് ലിങ്ക് എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. എന്തായാലും ആ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.